ബിഗ് ബോസ് അഗ്നിപരീക്ഷയിൽ നിന്ന് 3 ജഡ്ജസ് ഇറങ്ങിപ്പോയിരിക്കുകയാണ്. എന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ആൾക്കാരാണ്, ഷിജുലാലും ഷാമോനും. ഇവർ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ച് ടാസ്കിൽ സഹായിച്ച് അവസാനം വരെ എത്തി. എന്നിട്ട് അവസാനം എത്തിയപ്പോൾ ഇവർ പറയുകയാണ് ഇനിയിപ്പോൾ ലക്കി നമുക്ക് ട്രൈ ചെയ്യാം, നമ്മൾ ആരെ വേണമെങ്കിൽ ലക്കിൽ അങ്ങ് കയറ്റി വിടുമെന്ന്. അത് ജഡ്ജസിന് ഇഷ്ടപ്പെട്ടില്ല. അതായത് നിങ്ങൾ ഫ്രണ്ട്ഷിപ്പൊക്കെ കളിച്ച് ഇതായിട്ട് വന്നു, പക്ഷേ ഒരിക്കലും നിങ്ങൾ ആ ഗെയിം സ്പിരിറ്റ് കാണിച്ചില്ല. നിങ്ങൾ ബിഗ് ബോസ് വീട്ടിലേക്കാണ് പോകുന്നത്, അല്ലാതെ നിങ്ങൾ അവിടെ കെട്ടിപ്പിടിച്ച് കിടക്കണമെന്ന് നമുക്ക് കാണേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് നിന്ന് ബെസ്റ്റ് ആൾക്കാരെ വേണം നമ്മൾ എടുക്കുന്നത്. ഇവിടെ കോടിക്കണക്കിന് രൂപ കൊടുത്ത് ഈ ഒരു അഗ്നിപരീക്ഷ ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങൾ എന്തോന്നാണ് ഈ കാണിക്കുന്നത്? നമുക്ക് ബെസ്റ്റ് പ്ലേയേഴ്സ് ആണ് ഇവിടെ വേണ്ടത്. പക്ഷെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ബിഗ് ബോസ് വീട്ടിനകത്ത് ഇതുവരെ ഗ്രൂപ്പ് കളിയൊന്നും നടന്നിട്ടില്ലേ? എത്രയോ ഗ്രൂപ്പ് കളിച്ചിട്ടുണ്ട് അല്ലേ? സീസൺ 3 ഗ്രൂപ്പ് കളി നമ്മൾ പ്രേക്ഷകർ വെറുത്തിട്ടുണ്ടെങ്കിൽ സീസൺ 5 ഗ്രൂപ്പ് കളിച്ചവരെ അങ്ങ് പൊക്കി പിടിച്ചുകൊണ്ട് ഇവിടെ ജനങ്ങൾ നടന്നിട്ടുണ്ട്. അതെ, അങ്ങോട്ടും ഇങ്ങോട്ടും അയ്യോ. അതായത് ഞാൻ പറയുന്നത് അഖിലിൻ്റെ കാര്യം, ഷിജു, വിഷ്ണു ഇവരൊക്കെ തമ്മിൽ എന്തൊരു ഗ്രൂപ്പ് ഗെയിം ആയിരുന്നു. അത് പ്രേക്ഷകരെ സ്വീകരിച്ചു. സോ ഇത് സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് ഫാൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ജനങ്ങൾ കൂടെ നിൽക്കും. പക്ഷെ നമ്മൾ ഫാൻസ് ഇല്ല, നമ്മൾ സാധാരണ ഗെയിമറൊക്കെ ആണെങ്കിൽ അതിൽ കുറ്റപ്പെടുത്തലുകൾ വരും. പക്ഷെ ഇവിടെ വന്നതെന്ന് പറഞ്ഞാൽ ലക്കിൻ്റെ ബേസിസിൽ അങ്ങനെ ആരെയും കയറ്റി വിടൂല. നിങ്ങൾ ടീം അല്ലെങ്കിൽ ഗെയിം സ്പിരിറ്റ് കാണിക്കണം എന്നാണ് ജഡ്ജസ് പറയുന്നത്. എന്താണെന്ന് നമുക്ക് പറയാം. എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സോ ഇത് അനാലിസിസ് ആണ്. ഈ അനാലിസിസ് ഞാൻ ആദ്യം പറയും മൊത്തമുള്ള കാര്യങ്ങൾ, അത് കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ഇതിൻ്റെ എപ്പിസോഡിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ കുറച്ച് പേര് ഇന്നലെ ഒരു കമൻറ്റ് കണ്ടായിരുന്നു, നിങ്ങൾ ഇത്രയും വിശദീകരിക്കണം. ഞാൻ ആദ്യം അനാലിസിസ് പറഞ്ഞിട്ടാണ് വിശദീകരിക്കാൻ വേണ്ടി പോകുന്നത്. സോ ഇത് ആദ്യം അവർക്കൊരു വാമപ്പ് ടാസ്ക് കൊടുത്തു. ഈ വാമപ്പ് ടാസ്കിനകത്ത് സത്യം പറഞ്ഞാൽ അവരെന്താണ് ആരെയാണ് അവർ വിശ്വസിക്കുന്നത്, ആരെയാണ് അവർ അവിശ്വസിക്കുന്നത്, അതിനൊരു ക്ലിയറൻസ് ആണ് ജഡ്ജസ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിനകത്തും തത്തിക്കളിച്ച ആൾക്കാരുണ്ട്. ഫോർ എക്സാമ്പിൾ പൂജ കുറച്ച് വീക്കായിട്ട്, പൂജ അങ്ങോട്ട് ചാടും ഇങ്ങോട്ട് ചാടും. ഒരു കുറച്ച് വീക്ക് ഓഫ് ക്ലാരിറ്റി, അല്ലെങ്കിൽ ക്ലാരിറ്റി കുറവും, അല്ലെങ്കിൽ നിലപാടല്ല ക്ലാരിറ്റി കുറവാണ് എനിക്ക് ഫീൽ ചെയ്തത്. പുള്ളിക്കാരി അങ്ങോട്ട് ചാടും ഇങ്ങോട്ട് ചാടും ആ രീതിയിലാണ്. പിന്നെ ചിലവർ മ്യൂച്വൽ അഡ്മിറേഷൻ ആയിരുന്നു. എന്നെ വിശ്വാസം എന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ അയാളെ വിശ്വാസം എന്ന് പറയും. എനിക്ക് പൂ തന്നപ്പോൾ ഞാൻ അങ്ങോട്ട് പൂ കൊടുത്തേക്കാം, അങ്ങനെയുള്ള രീതിയിൽ ഒരു നന്മക്കളി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് നേരെ എങ്ങോട്ടേക്ക് വന്നു, നിറക്കണി എന്ന് പറഞ്ഞ് ഇൻഡിവിജ്വൽ ടാസ്കിലേക്കാണ് വരുന്നത്. ഇത് ഇൻഡിവിജ്വൽ ടാസ്ക്കാണ്. പക്ഷേ ഇതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യം തൊട്ടേ അവസാനം വരെ പരസ്പരം ധാരണയോടുകൂടി കളിച്ച 2 പേരാണ് ഷിജുലാലും ഷാമോനും. ഇവർ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വസ്തരാണെന്ന് പറഞ്ഞ് പൂക്കൾ കൈമാറിയ ആൾക്കാരാണ്. അപ്പോൾ ഇതിനകത്ത് നന്മ ചമ്മയിലൊന്നുമല്ല, പക്ഷേ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുത്ത് അവസാനം എത്തിയപ്പോഴത്തേക്ക് ഇവർക്ക് പിന്നെ ആര് ജയിക്കണം ആര് തോക്കണം എന്നറിയാതെ ഇവരിങ്ങനെ കളിപ്പിച്ചുകൊണ്ടേയിരുന്നു. അപ്പം ജഡ്ജസിനെ കളിപ്പിക്കുന്ന പോലെ അവർക്ക് ഫീൽ ചെയ്തു. ജഡ്ജസിന് തന്നെ ഇൻസൾട്ട് ഫീൽ ചെയ്തു, ഇത് നമ്മളെ കളിപ്പിക്കണമല്ലേ എന്ന്. അതായത് ആരും ജയിക്കുന്നില്ല, നമ്മളിങ്ങനെ നിൽക്കുക, നമ്മൾ 2 പേരും ജയിക്കും, വേണമെങ്കിൽ നിങ്ങൾക്ക് നറുക്കെടുത്ത് ജയിപ്പിക്കാം നമ്മളെ എന്നുള്ള രീതിയിൽ. അതാണ് ജഡ്ജസിന് ഇഷ്ടപ്പെടാതിരുന്നത്. പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത് സീസൺ 3 സമയത്ത് ഗ്രൂപ്പിസത്തിന് ഭയങ്കര നെഗറ്റീവായിരുന്നു. എല്ലാവരും വെറുത്തൊരു സംഭവമാണ് ഗ്രൂപ്പിസം. പക്ഷേ സീസൺ 5 എത്തിയപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ പറഞ്ഞോ, ഞാൻ പിന്നെ എല്ലാ കാര്യങ്ങളിലും പോസിറ്റീവും നെഗറ്റീവും പറയുന്നത് കൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയാം ഞാൻ എന്ത് പറഞ്ഞു എന്നുള്ളതും എനിക്ക് എന്ത് തിരിച്ച് കിട്ടിയെന്നുള്ളതും. ഓഡിയൻസ് അല്ല, ഈ ഫാൻസിൻ്റെ അടുത്ത് നിന്ന്. ഓഡിയൻസിന് ശരിക്കും പറഞ്ഞാൽ അഭിപ്രായങ്ങളുണ്ട്, പക്ഷെ അവരെല്ലാവരും അത് കമൻറ്റ് ചെയ്യണമെന്നില്ല. അവർ ഈ കമൻറ്റ്സ് നോക്കിക്കൊണ്ട് നിൽക്കത്തേ ഉള്ളൂ. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും കടന്ന് കമൻറ്റ് ചെയ്യണമെന്നൊന്നുമില്ല. അപ്പം ചിലവർക്ക് ഇപ്പോൾ ഒരു നല്ല ഫാനുള്ള ബിഗ് ബോസ് ഒരു സീസണിനകത്ത് ഫാനായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരാൾ, അയാൾ എന്ത് തെറ്റ് ചെയ്താലും അയാളെ സപ്പോർട്ട് ചെയ്യാൻ ഫാൻസ് ഉണ്ടാവും. എന്തൊക്കെ അടിച്ചാൽ കുഴപ്പമില്ല, അയാൾക്ക് അടി കിട്ടേണ്ടതാണെന്ന് പറയും. ഇനി വൃത്തിയോട് പറഞ്ഞാൽ അയ്യോ വൃത്തിയോട് അവൻ കേൾക്കേണ്ടതാണ്. ഇനി ഒരാൾക്കെതിരെ എന്തെങ്കിലും വൃത്തികെട്ട ആരോപണങ്ങൾ കൊണ്ടുവന്നാൽ അയ്യോ ആ ആരോപണം അവർ കിട്ടേണ്ടതാണ്. അല്ലെങ്കിൽ ആരെ നോക്കി മോശം ആംഗ്യം കാണിച്ചാൽ അയ്യോ ആ ആംഗ്യം അവന് കിട്ടേണ്ടതാണ് എന്ന് ഈ ഫാൻസുകാരും ഈ PR പറഞ്ഞിറക്കും. അപ്പോൾ കമൻറ്റ് സെക്ഷൻ മൊത്തം ഈ ആൾ ചെയ്ത ഈ തെറ്റിനെ വലിയ പോസിറ്റീവാക്കി കൊണ്ട് വന്നിട്ടുള്ള കമൻസ് ആയിരിക്കും താഴെ കാണുന്നത്. മനസ്സിലായോ? അപ്പം നമുക്ക് സാധാരണ പ്രേക്ഷകർ അയ്യോ സാധാരണ പ്രേക്ഷകർക്ക് എന്ത് ഫാൻസ് എന്ത് അവർ ചിന്തിക്കുക അയ്യോ അയാൾ ചെയ്തത് തെറ്റല്ലേ, അയാൾക്ക് ഫാൻസൊക്കെ ഉണ്ട്. കമൻസ് നോക്കുമ്പോഴത്തേക്കും അയ്യോ എല്ലാം അയാൾക്ക് അനുകൂലം. അപ്പം ഞാൻ ചിന്തിച്ചതിൻ്റെ പ്രശ്നമാണോ എന്ന് നിങ്ങൾക്കും തോന്നിയിട്ടില്ലേ? അയാൾ ചെയ്തത് ശരിയല്ലല്ലോ, പിന്നെ ഈ കമൻറ്റ് സെക്ഷൻ മൊത്തം എന്തിനാ ഇയാളെ പൊക്കിക്കൊണ്ടിരിക്കുന്നത്? ഇത് തന്നെയാണ് എല്ലാ ബിഗ് ബോസുകളിലും നടക്കുന്നത്. ഒരാൾക്ക് ഫാൻസ് ആയി കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. അപ്പോൾ ഇത് സീസൺ 5 ഇതുപോലെ ഗ്രൂപ്പിസം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല, അഖിലും ഷിജുവും വിഷ്ണുവും തമ്മിൽ. അതിനകത്ത് നിങ്ങൾക്കൊരു ടാസ്ക് ഉണ്ടായിരുന്നല്ലോ, എനിക്ക് വൃത്തിയായിട്ട് ഓർമ്മയുണ്ട്. ശോഭ, വിഷ്ണു, അഖിലൊക്കെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിയും തൊഴിയായിട്ട് അവസാനം വിഷ്ണുവും അഖിലും കൂടി വന്നു ലാസ്റ്റ് അല്ലേ. അപ്പോൾ അവസാനം അതിനൊരു ഇവരങ്ങോട്ടും ഇങ്ങോട്ടും പോടാ നീ പോടാ ഞാൻ പോടാ നീ പോടാ ഞാൻ പോടാ നീ പോടാ
ഞാൻ പോടാ എന്ന് പറഞ്ഞ് കളിച്ചതും പിന്നെ ഷിജു പറയുന്നുണ്ട് ഞാൻ എന്തൊക്കെയാണെങ്കിലും ശരി ഞാൻ അഖിലിന് വിട്ടുകൊടുക്കും എന്നുള്ള രീതിയിൽ ഷിജു ഇനി എന്തൊക്കെ എനിക്ക് ട്രോഫി തന്നാലും ഞാനത് അഖിലിന് കൊടുക്കും എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇതൊക്കെ എനിക്ക് ഓർമ്മ വന്നു ഇത് പറഞ്ഞപ്പോഴും. മനസ്സിലായി, നമ്മൾ കെട്ടിപ്പിടിച്ച് കിടക്കണതല്ല ബിഗ് ബോസ് ഷോ. എത്രയോ പേര് കെട്ടിപ്പിടിച്ച് കിടന്നിട്ടുണ്ട് ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇതിൽ. സോ ബിഗ് ബോസിന് സത്യം പറഞ്ഞ ഇതൊന്നുമല്ല ഗെയിം സ്പിരിറ്റ്, ടാസ്ക് ഒന്നും കളിക്കാത്തവർ വരെ ഇവിടെ ടോക്സിക് രാജാക്കന്മാരായിട്ടുണ്ട്. ഒരു ടാസ്ക് പോലും കളിച്ചിട്ടില്ല എന്നാലും രാജാവായി. സോ ഇതൊക്കെ ബിഗ് ബോസിലെത്തുമ്പം ഷൂന്ന് പോവും. ഏറ്റവും കൂടുതൽ ഇവിടെ വർക്ക് ചെയ്യണത് സിമ്പതി, വിക്ടിം ഗാർഡ്. സത്യം എല്ലാവരും കൂടി ഒരാളെ ഇപ്പം കഴിഞ്ഞ അഗ്നിപരീക്ഷ 2-3 എപ്പിസോഡ് മുന്നേ തന്നെ ഷിജിനെ എന്തോന്നോ എല്ലാവരും കൂടെ വീക്കാണെന്ന് പറഞ്ഞ് ഒന്ന് ജസ്റ്റ് ടാർഗറ്റ് ചെയ്തു. അപ്പം തന്നെ അതേപോലെ തന്നെ സോനേനും ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സോനയ്ക്ക് എന്താണ് ഭയങ്കര നെഗറ്റീവ്, സോനയ്ക്ക് നെഗറ്റീവാണ് കിട്ടിയത്. പക്ഷെ ഷിജിനെ എല്ലാവരും അയ്യോ പാവം പയ്യൻ, അവനെ പാവം, അയ്യോ സത്യം പറഞ്ഞാൽ പുള്ളിക്കാരൻ്റെ ഗെയിം താഴോട്ട് പോയോണ്ടാണ് അത് നെഗറ്റീവായത്. അല്ലാണ്ട് ഇവിടെ പാവം നല്ലത് മോശം അങ്ങനെയല്ല. അപ്പോഴത്തേക്ക് ഉടനെ തന്നെ എല്ലാവരും പാവമായി. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഓഡിയൻസ്, മനസ്സിലായില്ല? അല്ലെങ്കിൽ ഇതിനെ ട്വിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പം പല ആൾക്കാരും വരും, ചിലപ്പോൾ ഫാൻസുകാർ വരും, PR അങ്ങനെയൊക്കെ ബിഗ് ബോസിനകത്ത്. സോ ഇത് മുതലെടുക്കാനാണ് ഈ PR ഫാൻസുകാരും ഒക്കെ വരുന്നത്. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ വർക്കൗട്ട് ചെയ്യണം ഞാൻ കണ്ടിട്ടുള്ളത് സിമ്പതി കാർഡ്, വിക്ടിം കാർഡ്. മക്കളെ നിങ്ങൾ എന്തൊക്കെ കളിച്ചിട്ടും കാര്യമില്ല. ടാസ്കൊക്കെ നിങ്ങൾ തല കൊത്തി താഴേക്ക് മറിഞ്ഞാലും കഴിഞ്ഞ സീസണിൽ ആര്യനൊക്കെ എന്തൊക്കെ ടാസ്ക് കളിച്ച് വല്ലതും കിട്ടിയാ? എന്തെങ്കിലും കിട്ടിയാ? ഒന്നും കിട്ടിയില്ല അല്ലേ? അപ്പോൾ പക്ഷേ മാറിയിരുന്ന് അങ്ങോട്ട് കരഞ്ഞ അയ്യോ പാവം, അയ്യോടാ അയ്യോ സഹിക്കാം, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആലോചിക്കും അയ്യോ ഇതെന്താ അങ്ങനെയല്ലേ? ശരിക്കും പറഞ്ഞാൽ ടാസ്ക് ഇങ്ങനെയല്ലേ? ശരിക്കും പറഞ്ഞാൽ അത് കറക്റ്റ് അല്ലേ? എവിടെ ആര് കേൾക്കാൻ, എന്ത് കേൾക്കാൻ? അപ്പോൾ ഇത് ഞാൻ പറയണത് ബിഗ് ബോസ് എത്തുമ്പോഴത്തേക്കും ടാസ്ക് എന്തെന്നില്ല. ടാസ്ക് സത്യമായിട്ട് ഞാൻ മലയാളം ബിഗ് ബോസിൻ്റെ കാര്യം മാത്രമാണ് എടുത്ത് പറയണത്. കാര്യം ഇതൊക്കെ ചോദ്യം ചെയ്യാനും വീക്കെൻഡൊക്കെ വളരെ വീക്കാണ്. ഇവിടുത്തെ വീക്കെൻഡ്സ് വളരെ വീക്കാണ്. ഒരു കണ്ടസ്റ്റൻറ്റ്, നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻറ്റ് വഴി തെറ്റി പോവുകയാണെങ്കിൽ കൂടി അയാളെ കറക്റ്റായിട്ട് കൊണ്ടുവരില്ല. അയാളെ പിന്നെയും എഴുതി പിന്നെയും വഴി തെറ്റിച്ച് വിടത്തേ ഉള്ളൂ. എനിക്കറിഞ്ഞൂടാ. എനിക്ക് ഇവിടുത്തെ മിക്ക വീക്കെൻഡുകളും എനിക്ക് ചിലപ്പോൾ തോന്നിയിട്ടുള്ളത് അങ്ങനെയാണ്. സേഫ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ അവിടെ ഇങ്ങനെ ഇരുത്തിയിരിക്കും, ആ സൈഡിൽ ഇങ്ങനെ ഇരുത്തിയിരിക്കും. അതെന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരു നല്ല ഫാനുള്ള ഒരാൾ അയാൾ പോകുന്നത് നെഗറ്റീവ് വഴിയിലൂടെയാണ്. അയാൾ വഴിതെറ്റി പൊക്കോണ്ടിരിക്കുകയാണ്. അയാൾ ഗെയിം നെഗറ്റീവാണ്. അയാളെ കുറച്ച് റൂട്ട് ശരിയാക്കി വിട്ടാൽ നല്ലതായിരിക്കും. പക്ഷേ അയാൾ റൂട്ട് തെറ്റിച്ച് തന്നെ വിടും. പിന്നെ വേറൊരാൾ നല്ല രീതിയിൽ പൊക്കോണ്ടിരിക്കുകയായിരിക്കും. അയാളെ മാക്സിമം ഫ്രണ്ട്ഷിപ്പിലും കോംബോയിലും കുരുക്കി അയാളുടെ ഗെയിമും കളഞ്ഞ് എല്ലാം കുളമാക്കി അടപടലം എല്ലാം തീർന്ന് കൊടുക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വീക്കെൻഡ് നടക്കുന്നത്. സത്യമായിട്ടും എനിക്ക് ഏറ്റവും മോശം വീക്കെൻഡ് നമ്മുടെ മലയാളം ബിഗ് ബോസ് വീക്കെൻഡ് എപ്പിസോഡാണ് തോന്നിയിട്ടുള്ളത്. അത് ലാലേട്ടനെ അല്ല ഞാൻ പറയുന്നത്. എനിക്കെന്തോ മേക്കേഴ്സിൻ്റെ എനിക്ക് ഇവിടുത്തെ ഒരു രീതിയിലുള്ള ഇത് എനിക്ക് ഒട്ടുമേ, കാര്യം നമ്മൾ ഒരുപാട് റിയാലിറ്റി ഷോസ് കാണുന്ന ആൾക്കാർക്ക് ലോക്കപ്പിനകത്തൊക്കെ ആ ഫറാഖ് ഖാനൊക്കെ വന്നിട്ട് മിനിറ്റിനാണ് കൊടുക്കണം. ആ ടാസ്ക് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ആക്ടിങ് കൂടുതൽ വേണ്ട കേട്ടോ, നീ ആക്ടിങ് കൂടുതൽ നിർത്ത് എന്ന് ഇടയിൽ തന്നെ പറയുമ്പോൾ തന്നെ അവർ നമ്മൾ ക്ലാപ്പ് ചെയ്തു, സൂപ്പർ, ഇത് കിട്ടേണ്ടതാണ്, അവൻ്റെ ആക്ടിങ് കുറച്ച് കൊടുക്കണം എന്ന്. അപ്പം അത് കറക്റ്റ് കിട്ടിക്കഴിയുമ്പോൾ അവർ കറക്റ്റ് രീതിയിൽ അങ്ങ് പോവും. അറ്റ്ലീസ്റ്റ് അതെങ്കിലും ചെയ്താൽ മതി. കഴിഞ്ഞ സീസണിലൊക്കെ കാർഡ് കൊടുക്കേണ്ട സമയത്ത് യെല്ലോ കാർഡ് കൊടുക്കേണ്ട സമയത്ത് ഇത് ശരിയല്ല, ഇത് നെഗറ്റീവായിട്ട് പോവുകയാണ്. നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഫാൻസ് ഉണ്ടെങ്കിൽ നിങ്ങളെക്കുറിച്ച് നെഗറ്റീവാണ് ചിന്തിക്കുന്നത്. അങ്ങനെ പോവുകയാണെങ്കിൽ കൂടി കറക്റ്റ് അത് കൊടുത്തിരുന്നെങ്കിൽ അത് നന്നായേനെ. എവിടെ ആരോട് പറയാം, അടുത്ത കൊല്ലം ഇതൊക്കെ തന്നെ ആയിരിക്കും. എന്തായാലും നമുക്ക് ഇതാണ് ഇന്ന് നടന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഇതൊക്കെ നടന്നപ്പോൾ ഞാൻ അതൊക്കെ ഇങ്ങനെ ഓർത്തുപോയി. അപ്പോൾ ഇവർ പറഞ്ഞതിനോട് റിയാസിനും രഞ്ജിനിക്കും പറയാം. പക്ഷേ അഖിലിനത് പറയാനുള്ള ഇതുണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല സത്യം പറഞ്ഞാൽ. കാര്യം അഖിൽ ഈ ഗ്രൂപ്പ് പുള്ളിക്കാരൻ നല്ല സൂപ്പറായിരുന്നു. അതിനകത്തുള്ളതിൽ ഏറ്റവും മെച്ചം അഖിൽ തന്നെയായിരുന്നു. പക്ഷേ പുള്ളിക്കാരൻ ഇവിടെ ഗ്രൂപ്പ് ഗെയിം നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ ഫ്രണ്ട്ഷിപ്പ് സപ്പോർട്ടും ഉണ്ടായിരുന്നു. ഓക്കെ, ഇപ്പോൾ തുടക്കം നമുക്ക് എപ്പിസോഡിലേക്ക് പോവാം. വാമപ്പ് ടാസ്ക്കാണ്. നിങ്ങൾ ആരെയാണ് വിശ്വസിക്കുന്നത്, നിങ്ങൾ ആരെയാണ് വിശ്വസിക്കാത്തതെന്നുള്ള ടാസ്ക്കാണ് വന്നേക്കുന്നത്. ആഫിയ ആദ്യം വരുന്നു. റോസ് കൊടുക്കാം വിശ്വാസമുള്ളവർക്ക്, വിശ്വാസമില്ലാത്തവർക്ക് കത്തിയുള്ള ഒരു ബാഡ്ജ് കൊടുക്കാം. സോ റോസ് കൊടുക്കുന്നത് ശ്യാമിനാണ് ഏറ്റവും കൂടുതൽ ബാഡ്ജ് കിട്ടിയത്. എന്തിനാണെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. ശ്യാം തന്നെ പറയുന്നുണ്ട് ഞാനൊരു വില്ലനാണ്. പിന്നെ ഇവരെന്തിനാ ഈ ശ്യാമിന് കൊടുക്കണമെന്ന് എനിക്ക്, കാര്യം ശ്യാം നല്ല രീതിയിൽ വില്ലനിസം കാണിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ്. കൊടുക്കാനുള്ളവരെ കൊടുക്കും എന്ന് പുള്ളിക്കാരൻ തന്നെ പറയുന്നുണ്ട്. എന്തായാലും ആർക്കെങ്കിലുമൊക്കെ കൊടുക്കണമല്ലോ. ആർക്കും ഇവിടെ ആരെയും വിശ്വാസമൊന്നുമില്ല. അവസാനം
കത്തി കൊടുത്തത് രാകേഷിനാണ്. കണ്ട കാര്യം അല്ല പറയുന്നത്, വേറെ രീതി മറ്റേ കൊച്ചിയിലെ കാര്യം തന്നെ ഇപ്പോഴും ഇട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ റിയാസ് ചോദിക്കണം അത് മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കുന്നുണ്ട്. ആരെയും ട്രസ്റ്റ് ചെയ്യുന്നില്ല, ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടെ രാകേഷും ആഫിയും തമ്മിൽ വഴക്ക് കിടക്കുന്നു, സ്റ്റോപ്പ് എന്ന് പറയുന്നു, ബോറടിക്കുന്നു, നിർത്തി. അത് കഴിഞ്ഞിട്ട് ശ്യാം വന്നിട്ട് കത്തി ഷിബിനയ്ക്ക് കൊടുക്കുന്നു, പൂവും പൂജയ്ക്ക് കൊടുക്കുന്നു. ഷിബിനയ്ക്ക് കൊടുക്കാനുള്ള കാരണം എല്ലാവരോടും വന്ന് ചോദിക്കും അവരെങ്ങനെയാണ്, അവരെക്കുറിച്ച് എന്താണ് അഭിപ്രായം, എന്നിട്ട് അത് ഗെയിമിന് വേണ്ടി യൂസ് ചെയ്യും. അത് പുള്ളിക്കാരുടെ ഗെയിമായിട്ട് എനിക്ക് തോന്നുന്നത് ഈവൻ നെഗറ്റീവ് ഗെയിമും ആവും. ബിക്കോസ് ഇതൊക്കെ നമ്മൾ പ്രേക്ഷകർ എങ്ങനെ എടുക്കും എന്നുള്ളതാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ പ്രേക്ഷകർ, ഇതൊരു ആൺകുട്ടി കളിക്കുകയാണെങ്കിൽ പ്രേക്ഷകർ പറയും സൂപ്പർ, അയ്യോ ഭയങ്കര ഗെയിമറാണെന്ന് പറയും. അതൊരു പെൺകുട്ടി കളിക്കുകയാണ്, പിന്നെ അല്ലെങ്കിൽ നമുക്കൊരു അപ്പീലിംഗ് അല്ലാത്തൊരു പേഴ്സണാലിറ്റി ആണെങ്കിൽ ഭയങ്കര സാധനം. ഇതൊക്കെ പല കാര്യങ്ങൾ മാറ്റേഴ്സാണ്. ഞാൻ ഇത്രയും നാളത്തെ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പറയണത്. അപ്പം നമ്മൾ തെറ്റും ശരിയും മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക റിവ്യൂക്കകത്ത്. പക്ഷെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഒരാൾ തെറ്റ് ചെയ്യുമ്പോഴത്തേക്കും അത് ആളെ വെച്ചിട്ട് മാറും. അതായത് ഈ ആൾ തെറ്റ് ചെയ്താൽ അത് കുഴപ്പമില്ല, ഈ ആൾ സെയിം തെറ്റ് ചെയ്താൽ അത് കുഴപ്പമാണ്. അതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ബിഗ് ബോസിനകത്ത്. അതായത് ബിഗ് ബോസിൻ്റെ ഏറ്റവും നെഗറ്റീവ് സൈഡാണിത്. ഏറ്റവും നെഗറ്റീവ് സൈഡാണ് ഒരേ തെറ്റിന് രണ്ട് വിധി പറയുന്നത് പ്രേക്ഷകർ ഭയങ്കര, ചിലപ്പോൾ ഫുൾ പ്രേക്ഷകരല്ല, ഭയങ്കര ഡബിൾ സ്റ്റാൻഡായിട്ട് എനിക്ക് ഫീൽ ചെയ്യും. ഒരു കാര്യത്തിന്, ഒരു തെറ്റിന്, ഒരേ സെയിം തെറ്റിന് രണ്ട് വിധി പറയും നമ്മുടെ ആൾക്കാർ. ഇഷ്ടമുള്ള ഒരാൾ ഒരു തെറ്റ് ചെയ്താൽ ഒരു കാര്യം നല്ലത് പറയും, ഇഷ്ടമില്ലാത്ത ഒരാൾ തെറ്റ് ചെയ്താൽ അയാൾ ഔട്ടാക്കും. മനസ്സിലായില്ലേ? അയാളെ വെറുക്കും. അപ്പോൾ ഇവിടെ ഷിബിന ചെയ്യുന്നത്, ഷിബിന പറഞ്ഞത് എൻ്റെ ആയുധമാണ്, അതിൻ്റെ ഓക്കെ, അതൊക്കെ നല്ലതാണ് ഷിബിന, ബിബി മെറ്റീരിയലാണ്, നല്ലതാണ്. അതൊക്കെ നമുക്ക് ഹിന്ദിയിൽ ലോക്കപ്പിലൊക്കെ ആയിരുന്നെങ്കിൽ ഇതൊക്കെ ആൾക്കാർ കൈയടിച്ചൊക്കെ സ്വീകരിക്കും. പക്ഷേ ഇവിടെ എങ്ങനെയൊന്നും എനിക്കൊരു പിടിയുമില്ല. നിങ്ങൾ അതിനകത്ത് എങ്ങനെ അത്രമാത്രം അപ്പീലിംഗ് ആണ് നിങ്ങൾ ഓഡിയൻസിന് കൊടുക്കുന്നു എന്നുള്ളതായിരിക്കും. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഷിബിന, ഇതൊക്കെ ഇവിടെ നടക്കണമെന്ന് പറഞ്ഞാൽ ഇവിടെ വിക്ടിം കാർഡ് ഇതൊക്കെ ഇവിടെ പോവുള്ളൂ. ഇവിടെ മറ്റേ സിമ്പതി, ചിലപ്പോൾ ഇത് പറഞ്ഞ് അടുത്ത പ്രാവശ്യം സിമ്പതി കാർഡിന് നെഗറ്റീവ് അടിക്കും. കാര്യം ആൾക്കാർക്ക് അത്രയ്ക്കും മതിയായി. എനിക്കറിയില്ല ഇവിടുത്തെ ഓഡിയൻസ് എന്തിൻ്റെ പുറത്ത്, ഇമോഷൻസിലാണ് ഇവിടുത്തെ ഓഡിയൻസ് കൂടുതൽ വീഴുന്നത്. കരച്ചിൽ, വിഷമം, ദുഃഖം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മുടെ ഓഡിയൻസ് അതുകൊണ്ട് പറ്റിക്കാൻ വേണ്ടി തന്നെ കുറേ എണ്ണം വരികയും ചെയ്യും. അതാണ് ഏറ്റവും കോമഡി. എന്നിട്ട് അവസാനം കുറേ വർഷങ്ങൾക്ക് ശേഷം അയ്യോ പറ്റിപ്പോയല്ലോ, ഞാൻ ഇയാൾക്കാണല്ലോ വോട്ട് ചെയ്തതെന്നും പറഞ്ഞിട്ട് പാവം പ്രേക്ഷകർ കമൻറ്റ് ചെയ്യണതും കാണാൻ, ആ കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അടുത്തത് പൂജ പറയുന്നുണ്ട്. പൂജ എന്നെ പറയുന്നു ശ്യാം, അതായത് പൂജ വന്നിട്ട് കത്തി ഷിബിനയ്ക്ക് കൊടുക്കുന്നു, പൂവ് ശ്യാമിന് കൊടുക്കുന്നു. ഇവിടെ പുള്ളിക്കാരി അവിടെ ശ്യാമാണ് ആദ്യം ഇതാക്കിയത്. അപ്പം ശ്യാമിനെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഇവർ വന്നു എന്നാണ് ശ്യാമിനെ കുറിച്ച് പൂജ പറയുന്നത്. അപ്പോൾ അഖില് പറയുന്ന ടാസ്ക് എന്തായിരുന്നു, പൂജയ്ക്ക് തന്നെ ഒരു ക്ലാരിറ്റി ഇല്ല. അപ്പോൾ ഷിബിനയുടെ ഗെയിമിൽ മാത്രം വിശ്വസിക്കുള്ളൂ. അപ്പോൾ അല്ലാതെ വിശ്വസിക്കും, ഒരു കാര്യത്തിനും വിശ്വസിക്കൂലേ? അപ്പോഴത്തേക്ക് ഒരു കാര്യത്തിന് വിശ്വസിക്കും. അങ്ങനെ പൂജ അങ്ങനെ തട്ടി പോവുകയാണ്. അത് കഴിഞ്ഞ് ഷിബിനയ്ക്ക് പൂവ് ഷാമോന് കൊടുക്കുന്നു, കത്തി താഷിക്ക് കൊടുക്കുന്നു. ഷാമോൻ ഓണസ്റ്റ് ആണെന്ന് പറയുന്നു. താഷി വന്നിട്ട് പൂവ് ആഫിയയ്ക്ക് കൊടുക്കുന്നു, കത്തി ഷാമോന് കൊടുക്കുന്നു. എന്നിട്ട് താഷി വന്നിട്ട് പറയുന്നുണ്ട് ഈ എൽഡോയ്ക്ക് കൊടുത്ത ബിലോ ആവറേജ് സ്ട്രാറ്റജി പറഞ്ഞു കൊടുത്ത താഷിയാണ്. സത്യം പറഞ്ഞ് ഇതൊന്നും നമ്മൾ കാണുന്നില്ല. ഇതൊക്കെ ബിഗ് ബോസ് വീട്ടിൽ പോയാലേ മോനെ കാണാൻ പറ്റുള്ളൂ. ഇവിടെ സ്ട്രാറ്റജി പറഞ്ഞു കൊടുക്കണത് ഇതൊന്നും നമ്മളെ കാണിക്കൂല. ഇതൊക്കെ കട്ടാണ്. ഓൺലി ടാസ്കും ജഡ്ജസിൻ്റെ ഇത് മാത്രമേ ഇവിടെ കാണിക്കുകയുള്ളൂ. ഇതൊക്കെ മക്കൾ പോയിട്ട് ബിഗ് ബോസ് വീട്ടത് ചെയ്യും. അല്ലാതെ നമുക്കിതൊന്നും ഞാനിതൊന്നും കണ്ടിട്ടില്ല. ഇത് സ്ട്രാറ്റജിയാണ്, ഇവർ പറഞ്ഞു കൊടുക്കുന്നത്. ഇവരുടെ സംഭാഷണം ഒന്നും ഷൂട്ട് കഴിഞ്ഞല്ലേ, ഇനി നമ്മളിന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവരുടെ സംഭാഷണമോ ഇവരുടെ ഇതോ ഒന്നും ഇതിനകത്ത് കാണിക്കില്ല. ഇവർ പറഞ്ഞു കൊടുത്തതെന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു കൊടുത്തത് താഷിയാണെന്ന് താഷി പറയുന്നു. അപ്പോൾ ഷാമോൻ പറയുന്നത് ഞാൻ ആര് പറയണതിന് ഇൻഫ്ലുവൻസ് ആവില്ല. എൽഡോയും എന്ന് പറയുന്നത് അയ്യേ എനിക്ക് അഖിൽമാരാണ് അവിടെ ഇൻഫ്ലുവൻസ് ചെയ്തത്, അല്ലാതെ താഷിയല്ലത്. അത് കഴിഞ്ഞ് ഷാമോൻ വന്നിട്ട് പൂ ഷിജിലാലിന് കൊടുക്കുന്നു, കത്തി ആഫിയയ്ക്ക് കൊടുക്കുന്നു. അപ്പം പറയുന്നുണ്ട് അപ്പോൾ ആഫിയ ടാസ്ക് ഫുൾ തലയിൽ വെച്ച് കൊടുത്തു എന്ന്, അതുകൊണ്ടാണ് കത്തി കൊടുക്കുന്നത് ആഫിയയ്ക്ക് എന്ന് പറയുന്നു. വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് ഷിജുലാൽ വന്നിട്ട് പൂവ് തിരിച്ച് ഷാമോന് കൊടുക്കുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നു. അപ്പോൾ അതിനിടെ കൂടെ താഷിയും ഷിജുലാലും കൂടെ വഴക്കാവണു. അവിടെ സോന വന്നിട്ട് പൂവ് ഷിജുലാലിന് കൊടുക്കുന്നു, കത്തി വിശ്വസിക്കാൻ പറ്റുന്നത് ഷിജുലാലും വിശ്വസിക്കാൻ പറ്റാത്തത് ഷിബിനെ എന്ന് പറയുന്നുണ്ട്. സോന പറയുന്നുണ്ട് ടാസ്കിൽ ഞാൻ വിശ്വസിക്കത്തില്ല, നന്നായി പരദൂഷണം പറയാനറിയാം എന്ന് പറയുന്നുണ്ട് ആർക്ക്, ഷിബിനയ്ക്ക്. അപ്പോൾ രഞ്ജിനി പറയുന്നത് ഇതേ ഷിബിനെയാണ് സോനയുടെ ഹീറോ ആയിരുന്നത് മറ്റേ ഹീറോ ടാസ്കിൽ. അപ്പോൾ സോന അവിടെ ബബ്ബ അടിക്കുന്നു. ഷിബിന സോനയുടെ സോന പറഞ്ഞത് ഈ സോന ചുറ്റുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള യങ് ഗേൾസിന് ചുറ്റുമാണ്. അങ്ങനെ അത് കഴിഞ്ഞ് ഷിജിൻ വന്നിട്ട് പൂവ് ലോലിറ്റയ്ക്ക് കൊടുക്കുന്നു, കത്തി. അതായത് എനിക്ക് ആരെയും വിശ്വാസമില്ല, എന്നാലും ഇരുന്നോട്ടെ,
രാകേഷിന് ഒട്ടും വിശ്വാസമില്ല. രാകേഷ് കഴിഞ്ഞ റോപ്പ് ടാസ്കിൽ ഗ്രൂപ്പ് കളി കളിച്ചു. അപ്പോൾ റിയാസ് പറയുന്നുണ്ട് ഗ്രൂപ്പ് കളി കളിക്കുന്ന ടാസ്ക് ആണത്. ഇതാണ് ഇവിടെ പ്രശ്നം. കണ്ട മാറുന്നുണ്ട. അത് ഗ്രൂപ്പ് കളി ടാസ്ക്കാണ്, അതിനകത്ത് ഗ്രൂപ്പ് കളിക്കാം. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ അവിടെ അപ്പം തന്നെ അവിടെ എന്നെ ഗ്രൂപ്പ് കളിച്ച് പുറത്താക്കി ആ രീതിയിലാവും. ആ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് തിരിക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ലോലീറ്റ പൂവ് ഷിബിനയ്ക്ക് കൊടുക്കണു, കത്തി ശ്യാമിന് കൊടുക്കണു. നല്ല പൊട്ടൻഷ്യലുള്ള ആളാണ് ശ്യാം, പക്ഷേ ഡബിൾ സ്റ്റാൻഡ് കാരണം പോകുന്നില്ല. ഇവിടെ ജഡ്ജസ് ഇവിടെ പലരും ഇൻഫ്ലുവൻസ് ആവുന്നുണ്ട് ഈ ശ്യാം. അപ്പോൾ ജഡ്ജസ് ചോദിക്കുന്നുണ്ട് ആരെയാണ്. അപ്പോൾ സോനയിൽ നിന്നാണ് ഇൻഫ്ലുവൻസ്. അതോ അമ്മ മകൻ. അപ്പോൾ സോന അവിടെ നിന്നുണ്ട്. അപ്പം നീയോ? അപ്പം ജഡ്ജസ് ചോദിക്കുന്നുണ്ട് അപ്പം ലോലിറ്റ ആരില്ല ഇൻഫ്ലുവൻസ്? അത് രാകേഷും ഷിജിലാലിലും. ഓക്കെ. അപ്പോൾ അവിടെ അപ്പോൾ ലോലിറ്റ പറഞ്ഞു എൻ്റെ സ്പേസിൽ ഞാൻ സംസാരിച്ചോളാം, സോന നീ സംസാരിക്കേണ്ട ആവശ്യമില്ല, ഒന്ന് പോടി അവിടെ നിന്നൊക്കെ സോന അവിടെ നിന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഷിബിനെ ഗെയിമിൽ ട്രസ്റ്റ് ചെയ്യാം, പരദൂഷണമൊന്നും ഷിബിനെ പറയുന്നില്ലെന്ന് ലോലിറ്റ പറയുന്നു. ഇവിടെ എൽഡോ വന്നിട്ട് പൂവ് ഷിജിന് കൊടുക്കുന്നു, കത്തി ഷാമോന് കൊടുക്കുന്നു. അങ്ങനെ എൽഡോ വന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും താശിയിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടില്ല, അഖിൽ മാരാരാണ് അതിനകത്ത് കയറ്റിയിട്ട് ഈ മിഡിൽ ക്ലാസ് ബിലോ ആവറേജ് എടുത്തിട്ടത്. ചിലപ്പം ഈ ഷാമോൻ പറയും ഞാൻ മിഡിൽ ക്ലാസ് ആണ്, ചിലപ്പോൾ ഷാമോൻ പറയും ഞാൻ മിഡിൽ ക്ലാസ് അല്ല എന്ന്. അപ്പം ഷാമോൻ പറയുന്നു അയ്യോ ഇവൻ്റെ മണ്ടത്തരങ്ങൾ വിളിച്ച് പറയുന്ന ഒരു കവലപ്രസംഗിയാണ്. 20 ലക്ഷത്തിന് വേണ്ടിയിട്ട് ഇവൻ്റെ എന്താണ് ഷാമോൻ ഇപ്പോൾ ഭയങ്കര ആക്റ്റീവായിട്ടുണ്ട്. ഈ 20 ലക്ഷത്തിന് വേണ്ടി ഇവൻ്റെ കമ്പനിക്ക് വേണ്ടി പ്രൊമോഷൻ ചെയ്യുന്നതാണ് ഇവൻ്റെ പരിപാടി. ദയവേത് ഞാൻ കയറിയില്ലെങ്കിൽ നിങ്ങൾ എവനെ കെട്ടരുതേ എന്നൊക്കെ പറയുന്നുണ്ട് എൽഡോയ്ക്ക് വേണ്ടി. അത് കഴിഞ്ഞ് രാകേഷ് പൂവ് ശ്യാമിന് കൊടുക്കുന്നു, കത്തി ഷാമോന് കൊടുക്കുന്നു. അങ്ങനെ അവിടെ തമ്മിൽ വഴക്കാകുന്നു. ഇനി അത് കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ വിശ്വാസം കിട്ടുന്നത് ശ്യാമിനാണ്. ശ്യാം തന്നെ പറയുന്നുണ്ട് എന്നെ ആരും വിശ്വസിക്കരുതെന്ന്. അത് കഴിഞ്ഞ് ടാസ്ക് നിറക്കെണിയുന്ന ടാസ്ക്കാണ്. ഇവരെ എല്ലാവരെയും ബ്ലൈൻഡ് ഫോൾഡ് വെച്ചിട്ട് ബാക്കിൽ ഇവരുടെ ഈ ബാക്കിൽ ഇവർക്കൊരു സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കും പല കളറുള്ള. എന്നിട്ട് ഇവരുടെ ബ്ലൈൻഡ് ഫോൾഡ്സ് ഓപ്പൺ ആക്കും, ബസർ അടിക്കും. എന്നിട്ട് ഇവരുടെ ഈ ബാക്കിൽ ഒട്ടിച്ച ഈ സ്റ്റിക്കർ എന്താണ്, ഏത് നിറമാണെന്നുള്ളത് ഇവർ പരസ്പരം ചോദിച്ച് മനസ്സിലാക്കിയോ അല്ലെങ്കിൽ സ്വയം മനസ്സിലാക്കിയിട്ടോ സ്വയം ചിന്തിച്ചോ സ്ട്രാറ്റജി വെച്ചിട്ടോ ആ കളങ്ങളിൽ പോയി നിൽക്കണം. സോ അവിടെ ബസർ അടിക്കുന്നു. ആദ്യം തന്നെ ഷിബിനെ പലരോടും ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ഒരേ ആൻസർ പറയുകയാണെങ്കിൽ ഷിബിനെ കറക്റ്റാന്ന് മനസ്സിലാക്കാം, പല ആൻസർ പറയുകയാണെങ്കിൽ ഓക്കെ പലരും തെറ്റായിട്ടാണ് പറഞ്ഞു തരുന്നത് എന്നുള്ളത്. സോ അങ്ങനെ ഇവിടെ ആദ്യത്തെ ഇതിൽ തന്നെ രാകേഷ് ഔട്ടാവുന്നു. രാകേഷിനോട് പറഞ്ഞത് ലോലിറ്റയാണ് പറഞ്ഞു കൊടുത്തത്. രാകേഷ് അത് വിശ്വസിച്ച് അവിടെ പോയി നിൽക്കുന്നു. അതേപോലെ തന്നെ പൂജ ഔട്ടാവുന്നു. പൂജ ഇപ്പം ഭയങ്കര ടാസ്കിലൊക്കെ കുറച്ച് വീക്കാവുന്നുണ്ട്. ആദ്യം ഔട്ടാവുന്നത് പൂജയും. അപ്പം റിയാസ് ചോദിക്കുന്നുണ്ട് പൂജ ഇപ്പോൾ എല്ലാ ടാസ്കിലും ഔട്ടാവുന്നുണ്ട്. അടുത്ത റൗണ്ട് വരുന്നു, റീസെറ്റ് ചെയ്യുന്നു. ഇവിടെ ഷിബിനെ ഒന്നും കൂടി ചോദിക്കുന്നു. റെഡിൽ എല്ലാവരും സേഫ് ആകുന്നു, ആരും ഔട്ടാവാത്തതുകൊണ്ട് നറുക്കെടുക്കുന്നു. അങ്ങനെ സത്യസന്ധരായി എല്ലാവരും സത്യസന്ധരായി അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യാണ്. അപ്പോൾ ബിഗ് ബോസിനകത്തേക്കാണ് പോകുന്നത്. നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങൾ വേസ്റ്റാക്കി നിങ്ങൾ ഏറ്റവും വലിയ വേസ്റ്റുകളായിട്ട് മാറും എന്നാണ് രഞ്ജിനി പറയണത്. അപ്പോൾ രഞ്ജിനി പിന്നെ ഇപ്പം രഞ്ജിനി ടാസ്ക് കളിക്കാതെ മാറി ഇരുന്നിട്ട് ഇങ്ങനെയൊക്കെ കാണിച്ചാൽ തന്നെ അവരും ഹീറോ ആവും. എന്ത് ടാസ്ക് അതൊക്കെ വല്ല ഹിന്ദിയിലോ അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും ഒക്കെ പോയി പറയാൻ നോക്കും. ഇവിടെ അതൊന്നും ആൾക്കാർ അതൊന്നും എടുക്കൂല. മാറിയിരുന്ന് ആ കുട്ടി കരയുന്നു നോക്കൂ, ആ കുട്ടിയുടെ കരച്ചിൽ കണ്ടു, ടാസ്ക് നിർത്തി വെക്കൂ, പാവം ആ കുട്ടി കരയുന്ന കണ്ടില്ലേ. ഇങ്ങനെയായിരിക്കും ഇവിടുത്തെ അമ്മമാർ പറയുക, മനസ്സിലായില്ലേ. ഒരു ലോഡ് സീരിയൽ ഓഡിയൻസ് ഉണ്ട് ഇവിടെ. ആ സീരിയൽ ഓഡിയൻസ് എല്ലാം ഇതൊരു സീരിയൽ പോലെയാണ് കാണുന്നത്. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. പിന്നെ ഒരു PR ഇതിനെ നല്ല രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യും. കണ്ടില്ലേ അവളുടെ വിഷമം താങ്ങാനാവാതെ ഒറ്റപ്പെട്ടിരുന്ന് കരയുന്നു. അയാൾ അവിടെ ഒറ്റപ്പെട്ടു, അയാളെ എല്ലാവരും കൂടി ഇങ്ങനെ തള്ളിയിടാൻ ശ്രമിച്ചു. ഇങ്ങനെയൊക്കെ പറഞ്ഞ് വരുമ്പോഴത്തേക്കും പിന്നെ ആൾക്കാരെല്ലാവരും അയ്യോ ആണോ ഒന്നും കാണാത്ത ആൾക്കാർ പോലും ഇപ്പം ചിലപ്പോൾ ഇൻസ്റ്റയിലൊക്കെ മറ്റേ ഇതിടും, പാട്ടിടും ലാ 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 ലാ. അതൊക്കെ ഇട്ട് കഴിയുമ്പോൾ തന്നെ അയ്യോ പാവം, അപ്പുറത്ത് അവിടെ ചത്ത് കിടന്ന് ടാസ്ക് കളിക്കായിരിക്കും, അവനെ ആർക്ക് വേണം, ലാ 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 അയ്യോ പാവം തന്നെ, വോട്ട് കൊടുക്കട്ടെ, ജയിക്കണം, നീ തന്നെ ജയിക്കണം. ഇങ്ങനെയായിരിക്കും ഇവിടെ പോണത്. ഇവിടെ ടാസ്ക് ആര് നോക്കണം. അത് കഴിഞ്ഞ് പിന്നെയും നറുക്കെടുക്കുന്നു. എൽഡോ ഔട്ടാവുന്നു. നെക്സ്റ്റ് റൗണ്ട് ഷിബിനെയും താഷിയും ഷിജിനും ഔട്ടാവുന്നു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് റൗണ്ടിൽ യെല്ലോ സേഫ് ആവുന്നു, ആഫിയ ഔട്ടാവുന്നു. നെക്സ്റ്റ് റൗണ്ടിൽ എല്ലാവരും സേഫ് ആകുന്നു. പക്ഷേ കറക്റ്റ് നറുക്കെടുപ്പിൽ ലോലിറ്റ ഔട്ടാവുന്നു. അടുത്ത നെക്സ്റ്റ് റൗണ്ടിൽ ഷിജിലാലും ഷാമോനും സോനയും ഉണ്ട്. അതിൽ ശ്യാമും ഉണ്ട്. അതിൽ ശ്യാം സോന പറയുന്ന കേൾക്കുന്നില്ല. അപ്പം ജഡ്ജസ് കറക്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അപ്പുറത്തെ ടീം ഗ്രൂപ്പ് കളിയാണ് കളിക്കണത്, അപ്പം നിങ്ങൾക്കും ഗ്രൂപ്പ് കളിച്ചുകൂടെ ശ്യാമേ. അങ്ങനെ ശ്യാം ഔട്ടാവുന്നു. നെക്സ്റ്റ് റൗണ്ടിൽ സോന ആരോടും ചോദിച്ചില്ല, സോന ഔട്ടാവുന്നു. ഷിജുലാലും ശ്യാമും കൂടെ കളിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും അവർ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുന്നു. എല്ലാവരും രണ്ടുപേരും കറക്റ്റായിട്ട് വന്ന് നിൽക്കുന്നു, ഔട്ടാവുന്നില്ല. അപ്പം ജഡ്ജിനി പറഞ്ഞു നിർത്ത് നിങ്ങൾ എത്ര വട്ടം കളിച്ചാലും നമ്മൾ കളിപ്പിച്ചുകൊണ്ടേയിരിക്കും.
അപ്പോൾ അവിടെ അഖിലിൻ്റെയൊക്കെ അങ്ങോട്ടും ഇത് ഇവിടെയാണ്. അതെ, നിങ്ങൾ നമ്മളെയാണോ തോപ്പിക്കുന്നത്? നിങ്ങൾ നമ്മളെ തോപ്പിക്കാൻ നോക്കുകയാണോ? ഇതെന്താണ്, ബിഗ് ബോസ് ആണോ? അതോ ഇതെന്തോന്നാണ്? പ്രേക്ഷകരുടെ മനസ്സുകൊണ്ട് ചിന്തിക്കുക. എന്ത് പ്രേക്ഷകരെന്തൊന്ന്? ഒന്നുമില്ല. ഒന്നും ഇല്ലെങ്കിൽ ടാസ്ക് നോക്കും. അവിടെ എവിടെയെങ്കിലും സിമ്പതിയോ വിക്ടിം കാർഡോ അല്ലെങ്കിൽ ഫാൻസോ ടോക്സിക് ഫാൻസോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെയൊന്നും ആരും ശ്രദ്ധിക്കാൻ പോലുമില്ല. ഒരു ഗെയിം വരുമ്പോൾ ഗെയിമിൻ്റെ രീതിയിൽ സമീപിക്കാൻ നോക്കണം, അല്ലാണ്ട് വേറൊന്നുമല്ല കേട്ടോ. അപ്പോഴത്തേക്കും ക്ഷാമോ കൈ വെക്കുന്നു. അപ്പോൾ രഞ്ജിനി കൈ താത്തിട്ടോ, താൻ എന്തോന്ന് കാണിക്കുന്നത്? ഞങ്ങളെ ഫുള്ളാക്കുകയാണോ? ഞങ്ങളെ പറഞ്ഞാൽ മതിയല്ലോ, ഇമാതിരി ആൾക്കാരെയൊക്കെ പിടിച്ച് ഇതിനകത്ത് കൊണ്ട് ഇട്ടിട്ട് മുഖത്തുള്ള അഹങ്കാരം നോക്ക്, മുഖത്തുള്ള അഹങ്കാരം. അപ്പം റിയാസ്, നമ്മളും ഹാപ്പി ആയിരുന്നു, നിങ്ങൾ രണ്ടുപേരും നല്ല രീതിയിൽ കളിച്ചു വന്നു. പക്ഷെ നിങ്ങൾ ലാസ്റ്റ് ലക്കിൻ്റെ ബേസിസിൽ ജയിക്കാൻ നമുക്ക് പറ്റത്തില്ല. അപ്പം രഞ്ജിനി, നിങ്ങൾ രണ്ടുപേരുടെ സാധ്യത പോയി. നിങ്ങൾ രണ്ടുപേരും ഹൗസിൽ കെട്ടിപ്പിടിച്ച് കിടക്കണം നമുക്ക് കാണാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അവൻ കെട്ടി ഒന്നും പറയണ്ട, ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി. അപ്പം രഞ്ജിനി, എനിക്ക് കേൾക്കാതെ ഇതുപോലത്തെ എനിക്ക് കേൾക്കേണ്ട ഇതുപോലത്തെ ആൾക്കാരുടെ, എനിക്ക് ഇതുപോലത്തെ ആൾക്കാരെ കാണുന്നതേ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് രഞ്ജിനി ഇറങ്ങിപ്പോകുന്നു, അഖിൽ ഇറങ്ങിപ്പോകുന്നു, റിയാസ് ഇറങ്ങിപ്പോകുന്നു, ബൈ പറയുന്നു. ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. അപ്പോൾ ഇതവർ നേരെ ടാസ്ക് ഗെയിം സ്പിരിറ്റോടെ കളിച്ചില്ല എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് സീസൺ 5 ആണ്. അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.